മാറ്റർ പറയും, ഞങ്ങൾ എഴുതണം, എന്നിട്ട് പുള്ളി ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്ഷൻ ഉണ്ട്, അത് ക്ലിയർ ചെയ്യും. അദ്ദേഹത്തിന്റെ ആദ്യ പടത്തിന്റെ ഡയറക്ടർ പണി അറിയില്ല, പുള്ളിക്കാരൻ ഷെയറിൽ ഇരുന്ന് ആക്ഷൻ കട്ട് മാത്രമേ പറയുന്നുള്ളൂ. പറഞ്ഞു പറ്റിച്ച് സിനിമ ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക്, അതായത് 75 കിലോമീറ്റർ ദൂരത്തേക്ക് വണ്ടി സ്വന്തം ഓടിച്ച് എത്തേണ്ട കാര്യം എന്താ ഇയാൾക്കുള്ളത്? ഞാനാണ് പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിന് നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിൽ ഒരാൾ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, എന്റെ റൈറ്റർ ഡയറക്ടർ. ആ സ്ക്രിപ്റ്റ് ഞാൻ റെഡി ചെയ്തത് ഏകദേശം 2018-17 കാലത്ത് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം 2018 അതൊരു പ്രൊഡക്ഷൻ വരികയും ഒരു ആർട്ടിസ്റ്റും ഡയറക്ടറും കൂടിയാണ്. പുള്ളിക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയും ആ പടം ഏകദേശം ധാരണയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ആ സമയത്ത് ഇറങ്ങിയ പടം അത് ഫ്ലോപ്പായി. അപ്പോൾ അയാൾ പറഞ്ഞു, ഈശോ എനിക്ക് ഇനിയും ഇതുപോലുള്ള ആൾക്കാരെ വെച്ച് പടം ചെയ്യാൻ പറ്റില്ല എന്ന രീതിക്ക് ആ പ്രോജക്റ്റ് വിട്ടു. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ടുള്ള അന്വേഷണമാണ് എന്നെ ആരെടുത്ത് എത്തിപ്പെടാൻ പറ്റും. ഞാനൊരു വളരെ ഒരു നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്, സിനിമ മോഹമായിട്ട് വരുന്ന ഒരാളാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാനിങ്ങനെ നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഈ പറഞ്ഞ ഓഫ് ബീറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് സിനിമ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ ഒരുപാട് പേരുടെ കൂടെ അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അയാളുടെ പറഞ്ഞില്ല. അത് പ്രൂവ് ചെയ്തിട്ടുണ്ടായത് തീർച്ചയായിട്ടും. അതിന്റെ എന്തായാലും ഞാൻ ബാക്കി നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നത് വെച്ചാൽ ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് അയാൾ അന്ന് അയാളുടെ ഫേസ്ബുക്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്, നദികളിൽ സുന്ദരി യമുന എങ്ങനെയാണ് ഉണ്ടാകുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ മുരളി കുന്നംപുറത്തിന്റെ ഫേസ്ബുക്കിൽ അയാൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ അമേരിക്കയിൽ എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു പ്രൊഡ്യൂസർ പാർട്ണർ ഉണ്ട്, നിങ്ങൾ കഥ പറയണമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി 1:30 വീണ്ടും ഈ കഥ പറയുന്നു. അപ്പം അയാൾക്കും ആ പ്രൊഡ്യൂസറും കഥ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുന്നു, നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ തളിപ്പറമ്പൊക്കെ എന്നെ വിളിച്ചു വരുത്താണ്. തളിപ്പുറം MR ഹോട്ടലിലാണ് എന്നെ വിളിച്ചു വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചിരുന്നു, കഥ കേൾക്കുന്നു. കഥ കേൾക്കുമ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്താണ് ചെയ്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഓഫ് ബീറ്റ് സിനിമയുടെ കുറച്ച് ഭാഗമായിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ അഭിനയവുമായിട്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ 20 ദിക്സാക്ഷൻ എന്ന പടത്തൊക്കെ ഞാൻ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പടത്തിനകത്ത് എന്നെ കാണാനില്ല. ഞാൻ കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ഓക്കെ, ഈ കഥ എനിക്ക് ഇഷ്ടമായി, നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. നമ്മുടെ കൂടെ ഒരു പിക്ക് എടുക്കുന്നു. ആ പിക്ക് അയാളുടെ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇപ്പോഴും കാണാം. അപ്പൊ അയാളുടെ കൂടെ 2 പേരുണ്ട് ഇതൊക്കെ പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് വിളിക്കുന്നു, പക്ഷേ പിന്നെ എങ്ങനെ വന്നു? ഞാൻ പിന്നെ സുഹൃത്തിന് വണ്ടി എടുത്താണ്. ഓക്കെ, അതിൽ എണ്ണ അടിക്കാൻ ഈ പൈസ വെച്ചത് 4000 രൂപ കയ്യിലിട്ടിരുന്നു. വളരെ സന്തോഷമായി, ആദ്യമായിട്ടാണ് ഒരു പടം. അപ്പൊ അതിനൊരു പൈസ തരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ ഒരു മീറ്റിംഗ് വെക്കുന്നത് ഈ പടത്തിന്റെ ഇന്ന് ഉള്ള പ്രൊഡ്യൂസർ, ഇപ്പൊ അയാളല്ല പടത്തിന്റെ പ്രൊഡ്യൂസർ. നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്നുള്ളത് വേറെ 2 ആൾക്കാരാണ്. ഒന്ന് ഇദ്ദേഹത്തിന്റെ വൈഫും ഒന്ന് മറ്റൊരു അമേരിക്കൻ സിറ്റിസനായ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഇവര് 2 പേരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതിനുശേഷം നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിപ്പോൾ എനിക്കിവിടെ പറയാനുള്ള സാഹചര്യമല്ല. ഇതിന്റെ ഇടയിൽ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കിവിടെ പറയാൻ താല്പര്യമില്ല. അങ്ങനെ ഈ പടം തിയേറ്ററിലെത്തുന്നു. തിയേറ്ററിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ പടം HROTT 1,90,00,000 രൂപക്ക് വിറ്റുപോകുന്നു. ഈ പടം ആലോചിക്കണം, ആ സമയത്ത് ആ 2023 എത്ര പടമാണ് ബിസിനസ് ചെയ്തപ്പെട്ടിട്ടുള്ളത്. തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഈ പടം 1,90,00,000 രൂപക്ക് വിറ്റുപോകുന്നു. ഞാൻ അന്ന് കൊടുത്തുള്ള ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റാണ്. എനിക്ക് എന്റെ അറിവിൽ ആ പടത്തിന് മാക്സിമം ഒരു 370 പോകാൻ ചാൻസ് ഇല്ല. ഇതുവരെ അതിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. അതിനുശേഷം ഈ പടത്തിന് 1,90 കിട്ടുന്നു. മ്യൂസിക് റൈറ്റ്സ് 15 രൂപ പോകുന്നു. 2,05,00,000 രൂപ റിലീസിന് മുന്നേ തന്നെ ഇത് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം 35 ഡേയ്സ് 35 ദിവസം ഈ പടം തിയേറ്ററിൽ കളിക്കുന്നു. ഇത് അദ്ദേഹം തന്നെ 4 ആഴ്ച ഇതിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാണ്. അതിനുശേഷം ഈ പടം 35 ദിവസം തിയേറ്ററിൽ ഓടിച്ച് കളിച്ചൊരു പടമാണ്. അപ്പൊ ഇത് തിയേറ്ററിൽ നിന്ന് എത്ര കളക്ഷൻ ഇത് വന്നു, ഇതിന്റെ ടോട്ടൽ കണക്ക് ഈ സമയം വരെ ഇത് കിട്ടിയില്ല എന്നാണ് എനിക്ക് ഇന്നലെ വരെ വിളിക്കുമ്പോൾ ഇതിന്റെ പാർട്ണർ പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചു, ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചു. ഇല്ല, ഇതുവരെ കിട്ടിയില്ല. എന്നൊരു കണക്ക് എഴുതി കൊണ്ടുവന്നു, പക്ഷെ പുള്ളി എടുത്തില്ല. പുള്ളി പറഞ്ഞു ബിൽ ടു ബിൽ. ഒരു പടത്തിന് നമ്മളല്ലേ കണക്ക് കാണിക്കുമ്പോൾ ബിൽ ടു ബില്ല് എനിക്ക് കണക്ക് കണ്ടാൽ മാത്രമേ ഞാൻ ബോധ്യപ്പെടുള്ളൂ. നിങ്ങൾ എഴുതി കൊണ്ടിരുന്ന ബില്ല് ഇത് ഓക്കെ അല്ലാന്ന് പുള്ളി പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ വിളിക്കുമ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ പുള്ളി അതിനുശേഷം ഈ സാറ്റലൈറ്റ്, ഇതിന്റെ സാറ്റലൈറ്റ് ഇവിടുത്തെ ഏഷ്യാനെറ്റ് പോലെയുള്ള ടീംസായിട്ട് സംസാരിക്കുന്നു. അവര് എമൗണ്ട് പറഞ്ഞു, ഏകദേശം 75,000 രൂപ, 75 ലക്ഷം രൂപ അവർ പറഞ്ഞു. ഈ സാറ്റലൈറ്റ് ഇത് കൊടുത്തില്ല. അതിനുശേഷം
1 വർഷത്തിന് ശേഷം കൈരളിയിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു ഓഫർ വന്നു 50 ലക്ഷത്തിന്. എന്നിട്ട് ഈ പടം കൊടുത്തില്ല. എന്തുകൊണ്ട് ഈ പടത്തിന് സാറ്റലൈറ്റ് കൊടുത്തില്ല? നഷ്ടക്കണക്കുകൾ മാത്രമാണ്. എനിക്ക് 2 കോടി രൂപ നഷ്ടം വന്നു ആദ്യം പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ് എനിക്ക് 1 കോടി രൂപ നഷ്ടം വന്നു പിന്നീട് പറയുന്നു. എന്തുകൊണ്ട് ഇതിന് സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല? വ്യക്തമായി എന്തുകൊണ്ട് ഇതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ പാർട്ണർക്ക് വ്യക്തമായി കണക്ക് അവതരിപ്പിക്കുന്നില്ല? ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഇതിന്റെ കണക്ക് ഈ സമയം വരെ തന്നില്ല. എന്തുകൊണ്ട് തരുന്നില്ല? കൃത്യമായിട്ട് ഇതിന്റെ ഒരു പുറകിൽ അന്വേഷണം വേണം. കാരണം വെച്ചെങ്കിൽ ഒരു പടം ഓൺ ചെയ്യുന്നു, ആ പടത്തിന്റെ പേരും കൊണ്ട് പലയിടത്തും ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് ഈ പടം വിജയകരമല്ല എന്ന രീതിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ഈ പടം നദികൾ സുന്ദരി വിചാരിച്ച പോലെ സാമ്പത്തിക ലാഭം നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം തന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, ഈ പടം ഈ രീതിക്ക് ബിസിനസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വേണം. കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പടം ഓൺ ചെയ്യുന്നു, അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് പണം പൊട്ടിക്കുന്നു, സ്വന്തം തന്നെ പണം പൊട്ടിക്കുന്നു. അല്ലാതെ നമ്മൾ എന്താ പറയാ? എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പണി അറിയില്ല, അവർക്ക് ഡയറക്ഷൻ അറിയില്ല. ഡയറക്ഷൻ അറിയാത്ത എന്റെ പടമാണ്. ആ പടം 35 ദിവസം തിയേറ്ററിൽ കളിക്കും. ഈ പറഞ്ഞ റിലീസിന് മുന്നേ തന്നെ അത് ഇത്രയും രൂപയ്ക്ക് ബിസിനസ് ആയി മാറുന്നു. എനിക്ക് ഡയറക്ഷൻ അറിയാത്തോണ്ടാവും. ഞാനിപ്പോ അവസാനം ചെയ്ത പടം പ്രകമ്പനം, അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കാം. ഞാൻ ആ പടം, അതായത് നദികൾ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടം ഞാൻ 45 ഡേയ്സ് ആണ് ഷൂട്ടിംഗ് ഒരു പ്ലാൻ ചെയ്തത്. എനിക്ക് 42 ഡേയ്സിനുള്ളിൽ തീർത്തു കൊടുത്തു. 3 ദിവസം സേവ് ചെയ്ത് കൊടുത്തു. പ്രകമ്പനം അതേപോലെ തന്നെ ഞാൻ 52 ദിവസം ജാപ്പ് ചെയ്തു, 42 ദിവസം അത് നമ്മൾ ചെയ്ത് ലാഭമാക്കി കൊടുത്തൊരു പടമാണ്. അപ്പം ഇത് ഈ പുള്ളി ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് എല്ലാം വ്യക്തമായിട്ട് പറയണത്, അദ്ദേഹത്തിന്റെ ആദ്യ പടത്തിന്റെ ഡയറക്ടർക്ക് പണി അറിയില്ല, പുള്ളിക്കാരൻ ഷെയറിൽ ഇരുന്ന് ആക്ഷൻ കട്ട് മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു തരണം എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ആ പടം ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാനും അദ്ദേഹം തമ്മിൽ ഈ സാറ്റലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ക് പടം നഷ്ടം എന്നുള്ള പുള്ളി ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഭാഗമായിട്ട് പുള്ളി ഞാനായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. പുള്ളി ഞാനായിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2024 പുള്ളിയുടെ സുമതി മുളക് എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ, കുറച്ച് ദിവസം മുന്നേ എന്നെ പുള്ളി ഒരു രാത്രി 2:30 മണിക്ക് വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജേഷ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ രാത്രിയിലോ? ഞാൻ നിന്റെ നാട്ടിൽ പാണത്തൂരേക്ക് വരുന്നുണ്ട്. ഓക്കെ, വരൂ. ഇയാള് പാണത്തൂര്, എനിക്ക് പേടിയാണ്. കാരണം വെച്ചെങ്കിൽ ഇയാളുടെ കൂടെ എപ്പോഴും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് അവിടെ ഒരു സലൂൺ ഉണ്ട്. അപ്പൊ ഞാൻ സലൂണിന്റെ എന്റെ കുറച്ച് പണിക്കാരുണ്ട്. അപ്പൊ അവരുടെ പറഞ്ഞു, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഒന്ന് പിടിച്ച് മാറ്റേണ്ടി വരും എന്ന രീതിക്ക് അവരെ ഞാൻ വിളിക്കുന്നു. അവരും ഈ പറയുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു ഫോർച്യൂണർ വന്ന് പാണത്തൂർ എന്റെ നാട്ടിൻപുറത്തൊരു ടൗണിൽ വന്ന് നിൽക്കുന്നു. കുറെ ആൾക്കാർ ഇറങ്ങുന്നു. ഇയാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ചവർക്ക് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കാം, അപ്പൊ കുറച്ച് സംസാരിക്കണം. അപ്പൊ ഇയാളുടെ ബോഡിയിലെ കുറച്ച് ആൾക്കാർ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വന്ന് നേരെ എന്റെ സലൂൺ ഞാൻ തുറന്നു കൊടുക്കുന്നു. അതിനകത്ത് ഇരുന്നിട്ട് അയാളുടെ സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ എന്നോട് പറയുന്നു. എനിക്കത് നിങ്ങളൊന്ന് നേരിട്ട് നമുക്ക് അതിന് കാണണം എന്ന് പറയുന്നു. ഓക്കെ, നമുക്കത് സംസാരിക്കാം, എന്താ വെച്ചാൽ സംസാരിക്കാന്ന് പറയുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം എന്റെ വീട്ടിലോട്ട് വരുന്നു. അയാൾ തന്നെ FB ഇട്ട പോസ്റ്റാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് വരുന്നു. ഈ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2024 ജൂലൈ 20-നാണ് വരുന്നത്. പറഞ്ഞു പറ്റിച്ച് സിനിമ ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക്, അതായത് 75 കിലോമീറ്റർ ദൂരത്തേക്ക് വണ്ടി സ്വന്തം ഓടിച്ചു എത്തേണ്ട കാര്യം എന്താ ഇയാൾക്കുള്ളത്? ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചു സിനിമ ചെയ്തു എന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2023-നാണ് ഞാൻ ആ പടം ചെയ്തത്. 24 എന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നു. എന്നോട് പറയുന്നു, കഴിഞ്ഞതെല്ലാം മറക്കണം, എന്റെ പടം സുമതി വളവിന്റെ പൂജ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് നടന്നു, നീ എന്തായാലും കുടുംബസമേതം ആ പരിപാടിക്ക് വരണം, വന്നില്ലെങ്കിൽ എനിക്ക് എന്നോട് ചൊടിയുണ്ട് എന്നാണ് എന്റെ ധാരണ, അതുകൊണ്ട് ഇത് മാറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഇയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വേണ്ട. കാരണം ഇയാളുടെ സ്വഭാവങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് സെറ്റിലും പല സ്ഥലത്ത് വെച്ചുണ്ടായിട്ടുണ്ട്, മോശം അനുഭവങ്ങൾ. അതൊക്കെ തുറന്ന് പറയാൻ പറ്റുന്ന രീതിയായിട്ട് എനിക്കിത് കാണുന്നില്ല. കാരണം വെച്ചെങ്കിൽ അത് പറയുന്നത് ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ പൂജക്ക് പോയി. അതിനുശേഷം ഞാൻ എന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. ആ പടത്തിന്റെ എല്ലാ പോസ്റ്റും, കുറെ പോസ്റ്റുകൾ പുള്ളി ഡിയറും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കയറുന്നത് കാണാൻ വേണ്ടി പറ്റും. കംഗ്രാസ് ഡിയർ മറ്റേതാണെന്നൊക്കെ പറയുന്നു. പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം എന്നോട് പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നമുക്കൊരു പടം ചെയ്യണം, പിന്നെ നമുക്കൊന്ന് ഉഷാറാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അതിനുശേഷം പടം ഇറങ്ങിയതിനു ശേഷം പുള്ളിയുടെ ഒരു വീട്ടിൽ ഞാൻ വിളിക്കാൻ നിന്നില്ല. എനിക്ക് എന്തായാലും ഞാൻ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യില്ല. മാനസികമായിട്ട് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പടം ചെയ്യില്ല, ഞാൻ അന്ന് പറഞ്ഞു. എന്നാൽ
ഒരു പ്രൊഡ്യൂസർ എന്നുള്ള കാര്യം എന്നോട് പറയുമ്പോൾ ഓക്കെ പുള്ളിയേട്ടാ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അയാളോട് നന്ദി സൂചകമായിട്ട് പോലും ഞാൻ ഈ പടത്തിനകത്ത് ടൈറ്റിൽ കാർഡിൽ നന്ദി മുരളി കുന്നംപുറത്തുന്നൊരു പേര് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആദ്യ സിനിമ തന്നൊരു വ്യക്തിയുടെ നിലയിൽ ഞാൻ അയാളോട് നന്ദി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു പറ്റിച്ചു, കള്ളം പറഞ്ഞു, 2 കോടി രൂപ നഷ്ടം കാണിക്കട്ടെ, കണക്ക് തീർച്ചയായിട്ടും കാണിക്കണം. അപ്പം ആ കണക്ക് വരട്ടെ. അല്ലാതെ എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുക കണക്ക് ഇങ്ങനെ 2 കോടി നഷ്ടം വന്നുള്ളത്? കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകെ വരണം. ഒരു പടം ഓൺ ചെയ്യുന്നു, പലയിടത്തും ഫണ്ട് വാങ്ങുന്നു, പടം അയാൾ തന്നെ പടം ഇത് ബിസിനസ് ചെയ്യുന്നില്ല, OTT ബിസിനസ്, സാറ്റലൈറ്റ് ബിസിനസ് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല, പടം പൊട്ടിയെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ പുറകെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം. അപ്പം എന്ത് വിലകൊടുത്താണ് ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ്, അതായത് ഗോകുലൻ സാറും കൃഷ്ണമൂർത്തി ചേർന്നും ഞാനും അദ്ദേഹം എനിക്ക് റിപ്പോർട്ടോ. ഇത് ജൂലൈ 14-ാം തീയതിയാണ് ഇട്ടിരിക്കുന്നത്. ജൂലൈ 14 അറിയാം, ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. ജൂലൈ 14-ാം തീയതി അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായ ഗൂഗിളിനൊപ്പം ഇനി എന്റെ പേര് എഴുതി ചേർക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് ലാസ്റ്റ് തന്നെ ഇത് ഞങ്ങളെ ഓരോരുത്തരും ഇതിനകത്ത് എടുത്തു പോകുന്ന കാര്യമാണ്. എല്ലാ സമയത്തും ഒരു ചേട്ടനെ പോലെ എന്നെ ഭരിക്കുകയും എല്ലാത്തിനും ഒപ്പം നിന്ന് എന്നെ സഹായിക്കുകയും ചെയ്ത എന്റെ അഭിലാഷിനും ഡിസ്ട്രിബ്യൂഷനും വിഷ്ണുവിനും എല്ലാം നന്ദി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് റിലീസിന് 10-15 ദിവസം മുന്നെയാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പടം പകുതിയായപ്പോൾ പൈസ ഇല്ലാതെ നിന്ന സമയത്ത് ഗൂഗിളം വന്നു എന്നുള്ളത്. ഗൂഗിൾ ഒരിക്കലും അങ്ങനെ ഇദ്ദേഹത്തിന് ഗൂഗിളത്തിൽ ഇപ്പൊ ഇരിക്കാനോ ഗൂഗിളത്തിന് പരിചയം പോലും ഇല്ല. ഗോപാലൻ സാറിന്റെ പേര് മാത്രം കേട്ടിട്ടുണ്ടെന്നുള്ളല്ല, ഇത് ഗോപാലൻ സാറിന്റെ ഒരു ബന്ധവുമില്ല. അന്ന് എന്റെ അടുത്ത് ഞാൻ ചേട്ടാ വാ നമുക്ക് ഗോപാലൻ സാറിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ ആ സമയത്ത് ഷൂട്ട് നടക്കുന്ന പടത്തിന്റെ ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ടാണ് ഞങ്ങളിത് പറഞ്ഞ് സൈൻ ചെയ്യുന്നത്. ഇത് ഇന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് ഇതെല്ലാം കൊണ്ടുവന്നെന്ന് പറയുന്നു. മറ്റേ കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹം എഴുതിയിട്ടില്ല, നമ്മൾ പിന്നെ ഈ പോസ്റ്റുകളൊന്നും അദ്ദേഹം സ്വന്തമായിട്ട് എഴുതുന്നതല്ല കേട്ടോ. ഇതും അതെ, ഇത് പുള്ളി പറയും നമ്മൾ എഴുതി കൊടുക്കണം. എല്ലാ പോസ്റ്റുകളും പുള്ളി പറയുമ്പോൾ നമ്മൾ വാട്സപ്പിൽ എഴുതിയിട്ട് അയച്ചു കൊടുക്കണം, എന്നിട്ട് പുള്ളി പോസ്റ്റ് ചെയ്യും. അയാൾ ഇടുന്ന ഒരൊറ്റ പോസ്റ്റും അയാൾ എഴുതിയിടുന്നതല്ല. ഇതുപോലുള്ള ഞങ്ങളെ പോലുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സിനെ കൊണ്ട് പുള്ളി മാറ്റർ പറയും, ഞങ്ങൾ എഴുതണം, എന്നിട്ട് പുള്ളി ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്ഷൻ ഉണ്ട്, അത് ക്ലിയർ ചെയ്യൂ, ഇത് ക്ലിയർ ചെയ്യുന്നൊക്കെ പറയും. ഇത് ഇട്ട് കൊടുത്ത് അത് അയാൾ പോസ്റ്റ് ചെയ്യും. അത് അദ്ദേഹം ഒരു പോസ്റ്റും എഴുതിയിടുന്നില്ല. ഇപ്പൊ ഈ പോസ്റ്റും ഞാനാണ് ഇയാൾക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്, പുള്ളിയുടെ പേജിൽ തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത്.